إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യമായി എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളും പിഴവുകളും തിന്മകളും അല്ലാഹു അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലവിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗികളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നവരുണ്ട്, കുടുംബപരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്നവരുണ്ട്. അല്ലാഹു ഏവർക്കും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും പരലോകത്ത് വിജയവും കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ട വ്യക്തികൾ, അല്ലാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ അവൻ വിശാലമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, നമുക്ക് അറിയാകുന്നതുപോലെ തന്നെ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇസ്ലാമികപരമായി ആ മാസത്തിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രത്യേകതകൾ അള്ളാഹു കൽപ്പിച്ചിട്ടില്ലെങ്കിലും
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച പ്രകീർത്തനങ്ങളും സ്മരണകളും പ്രഭാഷണങ്ങളുമെല്ലാം ഏറെ വർദ്ധിക്കുന്ന, കൊണ്ടാടപ്പെടുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനം കൊണ്ടും മരണം കൊണ്ടും സവിശേഷമായ ഒരു മാസമാണത് എന്നതാണ് ആ അർത്ഥത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത്. സ്വാഭാവികമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച സ്നേഹം, അവിടുന്ന് നമുക്ക് നൽകിയ അധ്യാപനങ്ങൾ, നിർദ്ദേശങ്ങൾ, അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന്, അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കുന്നതിന്, അത്തരം ഓർമ്മകൾ ഒന്നുകൂടെ പുതുക്കുന്നതിന് തീർച്ചയായും ഈ അന്തരീക്ഷം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ക്രിയാത്മകമായി, രചനാത്മകമായി ഈ ഒരു അന്തരീക്ഷത്തെ, ഈ ഒരു സാഹചര്യത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കാനും പറയാനും പഠിക്കാനുമുള്ള ഒരു അവസരമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും വിശ്വാസികളായിത്തീരുന്നത്, നാം മുസ്ലിമീങ്ങളായിത്തീരുന്നത് എപ്പോഴാണ്? ഷഹാദത്ത് അത് അംഗീകരിക്കുമ്പോഴാണ്, അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ പരിപൂർണമായ ഒരു മുസ്ലിമായിട്ട്, വിശ്വാസിയായിട്ട് മാറുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്നുള്ളത് നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ളതാണ്, വിശ്വാസികളാണ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി, എന്റെ ഇബാദത്തുകൾക്കർഹനായി, എന്റെ പ്രാർത്ഥനകൾക്കർഹനായി മറ്റാരുമില്ല എന്ന് നമ്മൾ ഹൃദയം അറിഞ്ഞ് വിശ്വസിക്കുമ്പോഴാണ്, അല്ലാഹുവിന് മുന്നിലല്ലാതെ ഞാൻ എന്റെ ജീവിതത്തെ മറ്റാർക്കും മുന്നിലും സമർപ്പിക്കുകയില്ല എന്ന്, അവന് മുന്നിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മുടെ വിശ്വാസം അവിടെ പരിപൂർണമാകുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഷഹാദത്തിന്റെ പകുതി മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല ആരാധനക്കർഹനായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ് എന്നുകൂടി അതിലേക്ക് ചേർക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരാൾ മുസ്ലിമായിത്തീരുന്നത്, വിശ്വാസിയായിത്തീരുന്നത്. ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മനസ്സിലാകും നമ്മുടെ ജീവിതവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലയിലും അല്ലാഹുവിന്റെ റസൂൽ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചെറിയ കാര്യങ്ങളിലേക്കും ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചർച്ചകൾ അതേതെങ്കിലും പ്രത്യേകമായ മാസത്തിൽ ഒതുങ്ങേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ആ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ ദിവസവും നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ബാങ്കില് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരാണ്. ഓരോ നമസ്കാരത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ സ്വലാത്തുകൾ ചൊരിയണം, നീ അനുഗ്രഹങ്ങൾ ചൊരിയണം, അവിടുത്തെ കുടുംബത്തിന്റെ മേൽ നീ സ്വലാത്തുകൾ ചൊരിയണം. കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം ഈ കുടുംബത്തിന്റെ മേൽ, ഇബ്രാഹിം പ്രവാചകന്റെ മേൽ നീ ചൊരിഞ്ഞതുപോലെയുള്ള അനുഗ്രഹങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ ചൊരിയണം എന്ന് ഓരോ നമസ്കാരത്തിലും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ നീ ബറക്കത്തുകൾ ചൊരിയണം, ഐശ്വര്യം ഇറക്കണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മേൽ നീ ബറക്കത്ത് ചൊരിയണം. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. ഇങ്ങനെ നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നമസ്കാരം പൂർണ്ണമാകുന്നുള്ളൂ. അതിന് താല്പര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള സ്മരണ ആ അർത്ഥത്തിൽ ഔവിധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നാം ശ്രമിക്കേണ്ടുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് നാം
എന്ന് അവകാശപ്പെടും. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, മൻ യുതഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരാണ് അള്ളാഹുവിനെ അനുസരിച്ചവൻ? മൻ യുതഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചവനാണ് അള്ളാഹുവിനെ അനുസരിച്ചവൻ. വമൻ യുതഇല്ലാഹ വമൻ യുതഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. വയഖൂലു, ആ അനുസരണത്തെപ്പറ്റി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു, വയഖൂലൂന ത്വാഅ, വെറുതെ അനുസരണ എന്ന് നാവ് കൊണ്ട് പറയലല്ല. വയഖൂലൂന ത്വാഅ, ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കാണ് ഞങ്ങളുടെ അനുസരണം. എന്നാൽ ഫൈദാ ബറസൂ മിൻ ഇൻദിക ബയ്യത ത്വായിഫത്തും മിൻഹും ഗൈറല്ലദീ തഖൂൽ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ അവർ മറ്റൊരു വിഭാഗത്തിന് അടുക്കിലേക്ക് പോവാണ്. രാത്രിയാകുമ്പോൾ മറ്റൊരു ഗൂഢാലോചന അവർ നടത്തുകയാണ്. അവർ നാവ് കൊണ്ട് പറയുന്നതിന് വിപരീതമായി അവർ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ആ താത്തിനെ കുറിച്ചല്ല അള്ളാഹു ഇവിടെ പറയുന്നത്. പരിപൂർണാർത്ഥത്തിൽ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ തയ്യാറാകുന്നവർ അവർ മാത്രമാണ് അള്ളാഹുവിനെ അനുസരിച്ചവരായിട്ട് പരിഗണിക്കപ്പെടുക. ആരാണ് വിജയ്? സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവൻ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവനാണ് സത്യത്തിൽ യഥാർത്ഥ വിജയികളായിട്ട് മാറാൻ പോകുന്നത്. ആർക്കാണ് സ്വർഗപ്രവേശനം സാധ്യമാകുക? വമൻ യുതഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, സൂറത്തുൽ നിസായിലെ 13-ാമത്തെ വചനം. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആളുകൾ. ആരാണ് വിശ്വാസികൾ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശ്വാസിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വാസിയാകുന്നില്ല തന്നെ. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം, അവർക്ക് ഭൂഷണമല്ല എന്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ, അവരൊരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സ്വന്തം അഭിപ്രായത്തിന് അവിടെ മുൻഗണന കൽപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ വിശ്വാസിയല്ല എന്ന് വളരെ കൃത്യമായിട്ട് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞവരാണ്. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ, അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ, അള്ളാഹും റസൂലും ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം, പിന്നെ ആ കാര്യത്തിൽ അവരുടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവകാശം, മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അത് വിശ്വാസിയാണെങ്കിൽ. വിശ്വാസമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ ചർച്ചയില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, അങ്ങനെ അള്ളാഹുവിനോടും റസൂലിനോടും ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഫഖദ് ضل ضلالا മുബീന, അങ്ങേയറ്റത്തെ വഴികേടിലാണ് അവരകപ്പെട്ടു. ഇവിടെ നമ്മൾ ആലോചിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനോട് അനുസരണയുടെ കൂടെ ഇങ്ങനെ ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജയത്തിന് നിദാനമായിട്ട്, സ്വർഗപ്രവേശത്തിന് നിദാനമായിട്ട്, വിശ്വാസ പൂർത്തീകരണത്തിന്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നതിൽ കാണാം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, ആ ആളുകൾ വിശ്വാസിയാവൂല, ഒരാൾ മുഅ്മിനാവൂല എപ്പോഴും വരെ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നത്തിന് വിധികർത്താവായി അങ്ങയെ അവർ തിരഞ്ഞെടുക്കാത്ത കാലത്തോളം. അള്ളാഹുവിനോ റസൂലിനോട് അള്ളാഹു പറയാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നു, അവർക്കിടയിൽ ഒരു വിധി ആവശ്യമാണ്. ആ സന്ദർഭത്തിൽ വിധികർത്താവായി അങ്ങയെ അവർ തീരുമാനിക്കാത്തോടത്തോളം കാലം, അങ്ങയുടെ വിധി അവർ കേൾക്കാത്തോടത്തോളം കാലം, അങ്ങയുടെ വിധിക്ക് വേണ്ടി അവർ ആഗ്രഹിക്കാത്തോടത്തോളം കാലം ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസിയാകുന്നില്ല. അങ്ങനെ അങ്ങയുടെ വിധി സ്വീകരിച്ച മാത്രം പോലെ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത്, അങ്ങ് പുറപ്പെടുവിച്ച ആ വിധിയിൽ പരിപൂർണമായ തൃപ്തി അടയുന്നവരായിട്ട് അവർ മാറാതെ അയാൾ വിശ്വാസിയാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങേറ്റം അസ്വസ്ഥരായിക്കൊണ്ട് നിർബന്ധിതാവസ്ഥ കാരണം അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞല്ലോ, എങ്കിൽ അത് സ്വീകരിക്കാതല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ എന്നിങ്ങനെ ഇടങ്ങേറായിക്കൊണ്ട് സ്വീകരിക്കുമ്പോഴല്ല ഒരാൾ വിശ്വാസിയാവുക. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം, അവിടുത്തെ അധ്യാപനം, അത് പൂർണ്ണ സംതൃപ്തിയോടുകൂടി, ഹൃദയത്തിൽ പരിപൂർണമായ തൃപ്തിയോടുകൂടി അത് ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ വിശ്വാസിയാവുക എന്ന് അള്ളാഹുവിൽ തന്നെ സത്യം ചെയ്തുകൊണ്ട് സൂറത്തു നിസായിലൂടെ നമുക്ക്
നമുക്ക് പറഞ്ഞു തരാണ്. വയുസല്ലിമു തസ്ലീമ, അങ്ങനെ പരിപൂർണമായിട്ടും അവരതിന് വിധേയപ്പെടുന്നത് വരെ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കും അവർ പരിപൂർണരായി വിധേയരാകാത്തോടത്തോളം കാലം, അവർ ഇസ്ലാമിലേക്ക് വരാത്തിടത്തോളം കാലം അവർ വിശ്വാസിയാകുന്നില്ല എന്ന് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം ഖുർആൻ ഒരു ഉദാഹരണം പറയാണ്. വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ യഖ്തുലു അൻഫുസകും, നാം അവർക്ക് നിർബന്ധമാക്കി എന്ന് കരുതുക. എന്താണ് നിർബന്ധമാക്കുന്നത്? അൻ യഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കൊലപ്പെടുത്തുക, നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവൻ എടുക്കുക എന്നെങ്ങാനും അള്ളാഹു നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ, ഔ യഖ്റുജു മിൻ ദിയാരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനം വിട്ടേച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്ക് പോവുക എന്നെങ്ങാനും അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ, മാ ഫഅലൂഹു ഇല്ലാ ഖലീലുൻ മിൻഹും, വളരെ കുറഞ്ഞ ആളുകൾക്കല്ലാതെ ചെയ്യാൻ സാധിക്കൂല, അങ്ങനെ ചെയ്യാൻ ആരും തയ്യാറാവൂല. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത. എന്നാൽ എന്നിട്ട് ഖുർആൻ പറയുന്നു, അവർക്ക് ഉത്ബോധനം നൽകപ്പെടുന്ന കാര്യം അവർ അത് ബാഹ്യമായിട്ട് എത്ര തന്നെ അവർക്ക് വിപരീതമായിട്ട് തോന്നിയാലും, എത്ര തന്നെ അവർ വെറുക്കുന്നതാണെങ്കിലും, അത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ആ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ അവർക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ വിധി തീർപ്പുകൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, അത് ബാഹ്യമായിട്ട് നമ്മുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ അത് എത്ര തന്നെ എന്റെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലും അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. അത് അയാളുടെ സ്വയം ജീവനെടുക്കുക എന്നുള്ളത്. അതൊരിക്കലും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഇനിയെങ്ങാനും അങ്ങനെ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യലാകുമായിരുന്നു നമുക്ക് ഹൈറ്. പക്ഷെ അള്ളാഹുവിനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും അതാണ് നമുക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്നതാണ് അതിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ചാണ് സത്യത്തിൽ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന സ്ഥാനത്തിനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനത്താണ്. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅദ്. അള്ളാഹുവിന്റെ അടുക്കൽ ചിലരേക്കാൾ ശ്രേഷ്ഠരാണ്. അത് ഖുർആൻ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅദ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുർസലീങ്ങളെയും ഒരുപോലെ നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. ലാ യുഫർരിഖൂന ബൈന അഹദിൻ മിർ റുസുലി. അല്ലാഹു അയച്ച ദൂതന്മാർക്കിടയിൽ നമ്മൾ വിവേചനം കൽപ്പിക്കുന്നില്ല. അങ്ങനെ കൽപ്പിക്കാനുള്ള അധികാരം നമുക്കില്ല. പക്ഷേ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅദ്, നാം ചില പ്രവാചകന്മാരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി. അതിലൊരു ഉദാഹരണം നോക്കുക. ഖുർആൻ പറയുന്നു അല്ലാഹുവിന്റെ അടുക്കൽ റസൂലുള്ള സ്ഥാനം വളരെ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ഒരു ആയത്താണത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും മാലാകമാരും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. യുസല്ലൂന അലൻ നബി, ചെയ്തു എന്നുള്ളതല്ല, മലക്കുകൾ മുഴുവൻ യുസല്ലൂൻ, അവർ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യുസല്ലൂന അലൻ നബി, അല്ലാഹു ആ റസൂലിന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ചൊരിഞ്ഞ് അവസാനിച്ചു എന്നുള്ളതല്ല, സൊല്ലൗ എന്നുള്ളതല്ല, യുസല്ലൂൻ. അത് അവരിങ്ങനെ ആ അനുഗ്രഹങ്ങൾ അല്ലാഹു റസൂലിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലോകാവസാനം വരെ. അതിനുശേഷവും അനുഗ്രഹങ്ങൾ അങ്ങനെ അല്ലാഹു ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്ഥാനത്തിലാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ നിങ്ങളും സ്വലാത്ത് സലാമുകൾ അധികരിപ്പിക്കുക. മാലാകമാര് മുഴുവൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾക്ക് വേണ്ടി നിയോഗിതനായ റസൂലിന്റെ മേൽ നിങ്ങൾ പിന്നെന്തിനാണ് പിശുക്ക് കാണിക്കുന്നത്? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ആ റസൂലിന്റെ മേൽ സ്വലാത്ത് പറയുക, ആ റസൂലിന്റെ മേൽ സലാം പറയുക അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന പുറപ്പെടുവിച്ച രീതി പോലും നോക്കൂ. അല്ലാഹു ചെയ്യുന്നു, മാലാകമാര് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്താൽ എന്നുള്ള ആ ഒരു രീതിയിലുള്ള മറ്റെന്തെങ്കിലും കൽപ്പന ഒരു പക്ഷേ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുമായിരുന്നു. അത്രമാത്രം വലിയ സ്ഥാനം അല്ലാഹു റസൂലിന് കൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു വിജയികളായ ആളുകളെ പറ്റി പറയുമ്പോൾ, ഈ ലോകത്ത് ഭാഗ്യം സിദ്ധിച്ച ആളുകൾ, വിജയികളായിട്ട് മാറാൻ പോകുന്ന ആളുകൾ, അതേക്കുറിച്ച് സൂറത്തുൽ ആറാഫിൽ പറയുമ്പോൾ പറയുന്നത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി. ആരാണ് വിജയികൾ? ഉമ്മിയായ ആ റസൂലിനെ, നിരക്ഷകനായ ആ റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് സത്യത്തിൽ ആ വിജയികളായിട്ട് മാറാൻ പോകുന്ന ആളുകൾ. ഉമ്മി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും ആ റസൂലിനെ കുറിച്ചുള്ള ശുഭവാർത്തകൾ, സന്തോഷവാർത്തകൾ, പരാമർശം മനുഷ്യർക്ക് കാണാൻ കഴിയും.
ഇങ്ങനെയുള്ള ഇന്നും പഴയ പുസ്തകമാകട്ടെ പുതിയ നിയമമാകട്ടെ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും റസൂലിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ, സുവിശേഷം നമുക്ക് ഇന്നും ഇത്രയധികം കൈകടത്തലുകൾക്ക് ശേഷവും അതിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. പാറാൻ പർവ്വതത്തിൽ സീനായിൽ അവതരിച്ച യഹോവയുടെ പ്രകാശം ഇറങ്ങുമെന്ന് മോശ പറഞ്ഞതായി നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ഇന്നും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം ആ ബനൂ ഇസ്രായേലിലേക്ക് കൊടുക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് വരാനിരിക്കുന്ന ഒരു റസൂലിനെ കുറിച്ച് മക്കയിൽ. ഈസാ അലൈഹിസ്സലാം കൊടുക്കുന്ന സന്തോഷ വാർത്തയെക്കുറിച്ച് കാണാം, നിങ്ങളെ നയിക്കാൻ ഏറെ സ്തുതിക്കുന്നവൻ പാറാൻ പർവ്വതത്തിൽ നിയോഗിതനാകുന്നതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഏറെ സ്തുതിക്കുന്നവൻ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നാമമായിട്ട് ഹിബ്രു ബൈബിളിൽ കാണാൻ കഴിയുക. അതിന്റെ അറബി ഭാഷയാണ് അഹ്മദ് എന്നുള്ളത്. സൂറത്തു സഫിൽ കാണാം, വഇദ് ഖാല ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, യാ ബനി ഇസ്രായീൽ വഇദ് ഖാല ഈസ ഇബ്നു മറിയമ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്. ബനൂ ഇസ്രായേലിയരെ, ഞാൻ നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ഒരു പ്രവാചകനാണ്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഇനി എനിക്ക് ശേഷം അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് ഞാനിതാ ഇവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഈസ അലൈഹിസ്സലാം പറയുന്നതായി സൂറത്ത് സഫിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ എന്ന് മാത്രമല്ല, ബൈബിളിൽ മാത്രമല്ല, വേദപുസ്തകങ്ങളിലും ഇന്ത്യയിലുള്ള പുരാണങ്ങളിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തകളും സുവിശേഷങ്ങളൊക്കെ കാണാൻ കഴിയും. ഇത്രമാത്രം പൂർവ്വ വേദങ്ങളിലെല്ലാം പരാമർശിക്കപ്പെട്ട ആ പ്രവാചകൻ, ആ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ആ റസൂലിനോടുള്ള കൽപ്പനകൾ സൂറത്തുൽ അറാഫിൽ നേരത്തെ ഓതിവെച്ച ആ ആയത്തിൽ ആ റസൂലിന്റെ നിയോഗ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. ഒന്നാമത്തെ ആ റസൂലിന്റെ ഉത്തരവാദിത്തം ധർമ്മ സംസ്ഥാപനമാണ്. അധർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്, നന്മയെ സ്ഥാപിക്കുക എന്നുള്ളതാണ്, തിന്മ പിഴുതെറിയുക എന്നുള്ളതാണ്. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്. നന്മകൾ ആളുകൾക്ക് ഹലാലാക്കി കൊടുക്കാനാണ് ആ റസൂൽ വന്നിരിക്കുന്നത്. നല്ല ഒരുപാട് കാര്യങ്ങൾ പൗരോഹിത്യം ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്ക് നിഷേധിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നല്ല കാര്യങ്ങളെ അവർക്ക് അനുവദിച്ചു കൊടുക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ വന്നിരിക്കുന്നത്. വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്. ഒരുപാട് മ്ലേച്ഛവൃത്തികൾ അത് നന്മയാണെന്ന് കരുതി മനുഷ്യര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്, അവർ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം മ്ലേച്ഛമായ കാര്യങ്ങളെ നിരോധിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയും ത്വയ്യിബാണ്, നന്മയാണ്, നല്ലതാണ്. ഏതൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെയും മ്ലേച്ഛമാണ്, അതൊക്കെയും നമുക്ക് തിന്മയാണ്, അതൊക്കെയും നമുക്ക് ദോഷമാണ്. വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം. വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം. അവരുടെ ആ ഭാരം, പൗരോഹിത്യവും സമ്പന്നരായ ആളുകളും നാട്ടുനടപ്പുകളും ഇങ്ങനെ പല വിധത്തിലുള്ള വസ്തുവകകൾ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ജീവിതഭാരം, ആ ജീവിതഭാരത്തെ ഇറക്കി വെക്കാൻ, ആ ഭാരം അവരുടെ മുതുകിൽ നിന്ന് ഇറക്കിക്കൊടുക്കാൻ വന്നവരാണ് പ്രവാചകൻ. വയദഉ അൻഹും ഇസ്റഹും. അതേക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. മനുഷ്യരായ ആളുകൾ റസൂൽ സല്ലല്ലാഹു അല്ലെങ്കിൽ ആ നുബുവത്തിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് ഇല്ലാത്ത, അതല്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഏൽപ്പിച്ചിട്ടില്ലാത്ത പല ഉത്തരവാദിത്തങ്ങളും വഹിക്കേണ്ടവരായിട്ട് അവർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ലിബറലിസത്തിന്റെ ഈ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഭാരവും ചുമന്നുകൊണ്ടാണ് മനുഷ്യന്മാരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ പ്രകൃതി അവർക്ക് നിശ്ചയിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിന്റെ നിയമങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ലാത്ത പല ഭാരങ്ങളും അവർ സ്വയം ഇന്നത്തെ കാലം അവരെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ വരെ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പുരുഷന്മാർക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പലതും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, മറ്റു എഡ്യൂക്കേഷന്റെ പേരിൽ അവർക്ക് ലഭിക്കേണ്ടുന്ന പലതും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വലിയ ഭാരം, ചെറുപ്രായം മുതൽക്ക് തന്നെ വലിയ ഭാരം ചുമന്നുകൊണ്ട് ജീവിക്കേണ്ടവരായിട്ട് അവർ മാറാണ്. ഈ രൂപത്തിൽ പല വിധത്തിൽ അതിലൊരു ഉദാഹരണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ മാത്രം മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അനീതികളെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ അർത്ഥത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകൾ ആളുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ രൂപത്തിലുള്ള പീഡനങ്ങളിലൂടെ
ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ, ഇന്ന പാരമ്പര്യത്തിൽ പെട്ടു എന്നതിന്റെ പേരിൽ, ഇന്ന ദേശത്ത് ജനിച്ചു എന്നതിന്റെ പേരിലൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ജീവിക്കേണ്ട ആളുകളുണ്ട്. അങ്ങനെ ലോകത്ത് മുഴുവൻ അനാവശ്യമായിട്ട് ജീവിതത്തിൽ ഭാരം ചുമന്ന് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ അവരുടെ ആ ജീവിത പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നതാണ് ആ റസൂൽ. വയദഉൻഹും ഇസ്റഹും വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം. അത്തരം മനുഷ്യ നിർമ്മിത പ്രത്യാശാസ്ത്രങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ ബന്ധനങ്ങളിൽ നിന്ന്, ആ ചങ്ങലകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വന്നതാണ് ആ പ്രവാചകൻ. യഥാർത്ഥ വിമോചകനാണ് ആ റസൂൽ. പലവിധത്തിലുള്ള അടിമത്വത്തിലും ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വന്നതാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭരണകൂടത്തിന്റെ അടിമത്വം, കൾച്ചറിന്റെ അടിമത്വം, സമ്പത്തിന്റെ അടിമത്വം, സമ്പന്നരുടെ അടിമത്വം, ഇങ്ങനെ ഏതൊക്കെ വിധത്തിലുള്ള അടിമത്വത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രധാരണയിൽ പോലും നമ്മുടെ യുവതലമുറയ്ക്ക് ഇന്ന് സ്വാതന്ത്ര്യമില്ല, പെൺകുട്ടികൾക്ക് ഇന്ന് സ്വാതന്ത്ര്യമില്ല. പല ആളുകളും അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം അവർക്ക് അനിഷ്ടത്തോടു കൂടിയാണെങ്കിലും അത് നിർബന്ധിതാവസ്ഥ കാരണം അവരങ്ങനെ ധരിക്കേണ്ടി വരികയാണ്. ആ അർത്ഥത്തിലുള്ള പല വിധത്തിലുള്ള അടിമത്തത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യഥാർത്ഥ വിമോചനം, അത് ചിലപ്പോ ആ ചങ്ങലകൾ എന്ന് പറയുമ്പോൾ വൽ അഗ്ലാലല്ലത്തി കാനത് അലൈഹിം, അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചങ്ങലകൾ, ബന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോ കാണുന്ന ചങ്ങലകളാകും, ചിലത് കാണാത്ത ചങ്ങലകളാകും. ആ അർത്ഥത്തിലുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യർക്ക് വിമോചനം നൽകാൻ വന്നതാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. ആ റസൂലിനോടുള്ള ചില കടമകളും ആ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു. ആ റസൂലിനോട് നമുക്കുള്ള കടമകൾ ഫല്ലദീന ആമനൂ ബിഹി, അത് ഒന്നാമതായി ആ റസൂൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ റസൂലിനെ വിശ്വസിക്കാൻ കഴിയണം. വഅസ്സറൂഹു, ആ റസൂലിനെ ബലപ്പെടുത്താൻ നമുക്ക് കഴിയണം. റസൂൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ആശയം, ആ ആശയാദർശങ്ങൾ അത് ആക്ഷേപിക്കപ്പെടുമ്പോൾ, അത് കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ, അതിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെതിരെ നിലനിൽക്കുക, അതിനെ പ്രതിരോധിക്കുക, അതിനെ കൂടുതൽ ബലവത്താക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്. വഅസ്സറൂഹു വനസറൂഹു, ആ റസൂലിനെ സഹായിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ, മനുഷ്യരുടെ കടമയാണ്. റസൂലിനെ നുസ്രത്ത് ചെയ്യുക, റസൂലിനെ സഹായിക്കുക. ആ പ്രവാചകൻ കൊണ്ടുവന്നിരിക്കുന്ന അധ്യാപനങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വിഭാഗം അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളതും ആ റസൂലിനെ സഹായിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റസൂല് കൊണ്ടുവന്നിരിക്കുന്ന ആദർശത്തെ സഹായിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് സംസ്ഥാപിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ആ ആശയങ്ങൾക്ക് പ്രതിരോധം തീർക്കേണ്ടവരാണ് നമ്മൾ. വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ, അങ്ങനെ ആ റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രകാശത്തെ പിൻപറ്റേണ്ടവരാണ്. അത് വെറും പാരായണം ചെയ്യേണ്ടവരല്ല, അതിൽ വെറും വിശ്വസിക്കാല്ല. റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടിരുന്ന പ്രകാശം, ആ വിശുദ്ധ ഖുർആൻ ആശയങ്ങൾ, ആ സങ്കല്പങ്ങൾ, ദൈവ അധ്യാപനങ്ങൾ, ദൈവിക അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സത്യത്തിൽ അങ്ങനെ റസൂലിനെ നമുക്ക് ലോകത്ത് പരിചയപ്പെടുത്താൻ കഴിയണം. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ സംസ്കാരത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിപ്പിടിക്കും. കാരണം ഇന്ന് കാലം അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ അധ്യാപനങ്ങൾ എന്തെന്നറിയാതെ അള്ളാഹുവിന്റെ റസൂലിനെ വെറുക്കുന്ന ഒരുപാട് ആളുകൾ, മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മക്കൾ വളർന്നു വരുന്ന അവർക്കൊക്കെയും യഥാർത്ഥ റസൂൽ ആരായിരുന്നു എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅ, റസൂലിനെ ബലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ, റസൂലിന്റെ സഹായികളാകുക എന്ന് പറയുമ്പോൾ അതൊക്കെയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയാൽ മാത്രമാണ് റസൂലിനെ പിൻപറ്റുന്നവരായിട്ട് മാറാൻ നമുക്ക് കഴിയുക. അപ്പോഴും മാത്രമാണ് റസൂലിനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ആ റസൂലിന് നൽകേണ്ട സ്ഥാനം ജീവിതത്തിൽ കൽപ്പിക്കാൻ നമുക്ക് കഴിയുക. അറബി ഭാഷയിൽ ആദരിക്കുക എന്നുള്ളതിന് ഇഹ്തിറാം എന്നാണ് പറയാ. ഇഹ്തിറാം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ഹുർമത്ത് എന്ന പദത്തിൽ നിന്നാണ്. അറബിയിൽ ഹുർമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായത്, ഏറെ മഹാത്മ്യമുള്ളത്, പവിത്രമായത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നിങ്ങൾ ആദരിക്കണമെന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലാകണം, അതിന്റെ പവിത്രത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയും പവിത്രതയും മഹാത്മ്യവും സ്ഥാനവും അത് സത്യത്തിൽ അറിഞ്ഞാൽ മാത്രമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ ആരാണ് എന്ന് സത്യത്തിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കാൻ കഴിയുള്ളൂ.
എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ, അതിന് എല്ലാത്തിനേക്കാളും സ്ഥാനം കൽപ്പിക്കാൻ, ആരെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ, റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് മുൻഗണന കൽപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ റസൂൽ ആരായിരുന്നു എന്നറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ആഫ്രിക്കൻ രാജ്യത്തൊരിക്കൽ ഒരു പണ്ഡിത സഭ നടക്കുകയാണ്. ഒരു പണ്ഡിതന്മാരൊക്കെ സംഗമിച്ച് ഒരു ക്ലോസ്ഡ് ഡോർ ചർച്ച അങ്ങനെ അവിടെ നടക്കുന്ന സമയത്ത് ഒരു 2 ആളുകൾ വന്നിട്ട് ഈ ചർച്ചകൾക്കിടയിൽ അവർക്കിടയിൽ ഒരു ചായ വിതരണം നടത്താണ് 2 ആളുകൾ. ഇങ്ങനെ നടത്തിയതിനു ശേഷം അവര് അവിടുന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ എഴുന്നേറ്റുന്നുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന പണ്ഡിതന്മാരോട് പറഞ്ഞു, ഈ 2 ആളുകളെ നിങ്ങൾ പരിചയപ്പെടണം. കാരണം ഈ 2 ആളുകൾ സാധാരണക്കാരല്ല. ഇവര് വിശുദ്ധ ഖുർആൻ 7 പാരായണ രീതിയിലും പാരായണം ചെയ്യാൻ കഴിയും. വിശുദ്ധ ഖുർആൻ 7 പാരായണ രീതിയുണ്ട് വിശുദ്ധ ഖുർആൻ. അതിലൊരു പാരായണ രീതി മാത്രമാണ് നമുക്കൊക്കെ പരിചയമുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ആ അർത്ഥത്തിൽ 7 പാരായണ രീതി മുഴുവനായിട്ട് ഹൃദയസ്ഥമാക്കുകയും പഠിക്കുകയും അതിൽ അവഗാഹം നേടുകയും ആ രൂപത്തിൽ ഖുർആൻ മുഴുവനായിട്ട് ഓതാൻ സാധിക്കുകയും ചെയ്യുന്ന 2 ആളുകളാണ് ഇവര് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ സംഭവം വിവരിക്കുന്ന വ്യക്തി പറയാണ്, പണ്ഡിതൻ പറയാണ്, ഇത് കേട്ടതോടുകൂടി ഇതേവരെ അവരെ കണ്ടതുപോലെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവരെ കാണാൻ കഴിയുന്നില്ല. അവർ പറയുന്ന വാക്കുകൾക്ക് പ്രത്യേക ഒരു ആദരവ് നമുക്ക് തോന്നാണ്. ഇതുവരെ അവരെ കേട്ടതുപോലെയല്ല പിന്നെ നമ്മൾ അവരെ കേൾക്കുന്നത്. ഇതുവരെ അവർ സംസാരിച്ചപ്പോൾ നമ്മൾ വലിയ കാര്യഗൗരവം അവർക്ക് നമ്മൾ കൊടുത്തിരുന്നില്ല. കാരണം അതൊരു സാധാരണക്കായ ഏതോ 2 ആളുകളാണ് എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അവരെക്കുറിച്ച് അറിയാത്തൊരു കാര്യം അറിഞ്ഞപ്പോഴാണ് അവരോടുള്ള യഥാർത്ഥ ആദരവ് നമ്മുടെ ഹൃദയത്തിൽ വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞാലല്ലാതെ റസൂലിനോട് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമോ ആദരവോ നമുക്ക് വരൂല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് നാവിൽ ഒതുങ്ങിപ്പോവും. അത് വെറും വാക്കും വെറും വർത്തമാനവും ആയിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരെ സഹാബാക്കൾ എങ്ങനെയായിരുന്നു റസൂലിനെ സ്നേഹിച്ചിരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നതും ഇത്തിബാ ചെയ്തതെന്നും ആ റസൂൽ കൊണ്ടുവന്നിരുന്ന ആശയങ്ങളെ ഏത് അർത്ഥത്തിലാണ് അവർ ഉയർത്തിപ്പിടിച്ചതെന്നൊക്കെ നമുക്കറിയാം. അത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സാധിച്ചെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ അനുഭവിക്കാനും അത്രമാത്രം അറിയാനും അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ അറിയാനും അനുഭവിക്കാനും കഴിയുമ്പോഴാണ് സത്യത്തിൽ ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൂന കസാദഹാ വമസാകിൻ തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പിതാക്കന്മാര്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ കുടുംബാദികള്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ നഷ്ടമായി പോകുമോ നഷ്ടത്തിലാകുമോ നിങ്ങൾ ഭയപ്പെടുക, നിങ്ങളെ കച്ചവടം നിങ്ങളേറെ തൃപ്തിപ്പെടുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ അവൻ പ്രാധാന്യത കൊടുക്കുന്ന, അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സകല വസ്തുക്കളെയും എണ്ണി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടതെങ്കിൽ ആരെക്കാൾ? അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ജിഹാദിനേക്കാളും. അള്ളാഹുവിന്റെ റസൂൽ എല്ലാത്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതാകണം. നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മേക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയണം. ഇപ്പൊ നമ്മൾ നമ്മുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ അറിവില്ലായ്മ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അത് സാധിക്കുക? സത്യത്തിൽ നമ്മുടെ ഉമ്മയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത് ആ ഉമ്മയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ ഉപ്പക്ക് നമ്മൾ സ്ഥാനം കൽപ്പിക്കുന്നത് ആ ഉപ്പ നമുക്ക് സഹിച്ച ത്യാഗത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഈ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ മാത്രമാണ് ഇവരെക്കാളൊക്കെയും സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരുമാകട്ടെ. ഈ റബീഉൽ അവ്വലിലെങ്കിലും എല്ലാ ദിവസവും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വായിക്കാൻ ഒരു സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന് മാറ്റിവെക്കാൻ ഒരു സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സീറ നമുക്ക് പഠിക്കാൻ കഴിയണം, ഷമാഇലുകൾ പഠിക്കാൻ കഴിയണം, റസൂലിന്റെ ചരിത്രം പഠിക്കാൻ കഴിയണം, അധ്യാപനങ്ങൾ പഠിക്കാൻ കഴിയണം, അവിടുത്തെ വ്യക്തിജീവിതം പഠിക്കാൻ കഴിയണം, അവിടുത്തെ ശരീരഘടന എങ്ങനെയായിരുന്നു, അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ സംസാര രീതി എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എങ്ങനെയായിരുന്നു, ഇന്ന് തുടങ്ങിയ റസൂലുമായിട്ട് ബന്ധപ്പെട്ട സകല പഠനശാഖകളും ഇന്ന് ലഭ്യമാണ്, വളരെ വിശാലമായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ റസൂലിനെ പരിചയപ്പെടാൻ അങ്ങനെ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് നമുക്കേറെ പരിചിതനാക്കുമ്പോൾ മാത്രമേ റസൂലുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഊഷ്മളമാവുകയുള്ളൂ. അപ്പോഴേ റസൂലിനെ പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോഴേ അള്ളാഹുവിന്റെ അനുസരണം നമുക്ക് പൂർണ്ണമാവുക. അപ്പോഴാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ ഇഷ്ടപ്പെടേണ്ടതുപോലെ നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം പോലും അപ്പോഴേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും.
അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം എന്നാണ് ഖുർആന്റെ കൽപ്പന. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് ഹൃദയത്തിൽ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാനും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള കടമകൾ പൂർത്തീകരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മുത്തബിഈങ്ങളായിട്ട് താബിഈങ്ങളായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. മുഹിബ്ബീങ്ങളായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.